ചങ്കളെ ഈ വെള്ളം വരുന്ന തുരങ്കത്തിന് വരുന്ന വെള്ളം കേട്ടോ. ഇതിങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. ഇതേമാതിരിക്ക് നല്ല ജലസ്രോതസ്സുള്ള മണ്ണുള്ള സ്ഥലങ്ങളൊക്കെ തെരഞ്ഞു നടക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ. ഈ കാണുന്ന ഒരു 3 ഏക്കർ 20 സെന്റ് സ്ഥലം, അതിനകത്തൊരു ഇപ്പം നിലവിലൊരു 350ഓളം കവുങ്ങുണ്ട്, അതുപോലെ 320ഓളം റബ്ബറുകളുണ്ട്, പിന്നെ കായ്ക്കാനായിട്ടുള്ള 40ഓളം തെങ്ങുകൾ, വെള്ളത്തിന്റെ സൗകര്യത്തിന് 2 ബോർവെല്, ഒരു കിണറൊക്കെ ഉള്ള ഈ കാണുന്ന ഒരു 3 ഏക്കർ 20 സെന്റ് സ്ഥലം, അതിനകത്ത് ആ കാണുന്ന 4 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ ആദ്യം നമുക്ക് തെങ്ങ് കാണിച്ചു കൊടുക്കട്ടോ. ഇങ്ങോട്ട് വരും. നമ്മളൊരു പ്ലോട്ടിനകത്ത് തെങ്ങൊക്കെ നടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് വളരെ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ. നമ്മളിപ്പോൾ കാണാൻ പോണത് 4-ാം വർഷം പ്രായമായിട്ടുള്ള തെങ്ങും തൈകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫുള്ള് തെങ്ങുകളാണ് നമുക്ക് നട്ടിട്ടുള്ളത് കേട്ടോ. ഒക്കെ നല്ല രീതിക്ക് ഉണ്ടാകുക ചെയ്തിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ്. എന്ത് സാധനം കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 4-ാം വർഷം പ്രായമായിട്ടുള്ള തെങ്ങും തൈ ഞങ്ങൾ കാണാം. ഇപ്പോൾ ചൊട്ടയിട്ടുണ്ട്. അതിൽ വേണ്ടി ഞങ്ങൾ തെങ്ങൊക്കെ നന്നായിട്ട് അവർ നോക്കണം കേട്ടോ. പിന്നെ തെങ്ങൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാകും. നല്ല തെങ്ങിനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ്. ഇനി കർഷകനെ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണുള്ള സ്ഥലം അതുപോലെ തന്നെ വെള്ളമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. ഈ ഒരു പ്ലോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അത് കണ്ടില്ല നിങ്ങൾ തെങ്ങൊക്കെ കണ്ടില്ല നിങ്ങൾ 4-ാം വർഷം പ്രായമായ ഇതേപോലത്തെ 40ഓളം തെങ്ങുകളാണ് നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഉണ്ടാകും ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ മാറ്റിയിട്ട് നമുക്ക് തെങ്ങ് അതുപോലെ തന്നെ കവുങ്ങ് ജാതി എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ സംഭവങ്ങളും നമുക്ക് നടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്കും നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് നമ്മൾ പ്ലോട്ടിന്റെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വാഴകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നനയ്ക്കാൻ എല്ലായിടത്തോട്ടും പൈപ്പ് എത്തുന്ന രീതിയിൽ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം എല്ലായിടത്തോട്ടും ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറമ്പ് മൊത്തത്തിൽ ഇങ്ങനെ പച്ചപ്പായി കിടക്കാണ്. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉള്ളത്. തെങ്ങ് കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി തെങ്ങുകളാണ് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് നല്ല എന്താ പറയാ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയായാലും കണ്ടാൽ മനസ്സിലാവും ഈ ഒരു തോട്ടം അല്ലേ. ഇത് നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത്രയ്ക്ക് നല്ലൊരു അടിപൊളി കിടിലൻ സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഫുള്ള് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മൊത്തത്തിൽ വാഴയെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയേ ഫുള്ള് ഇങ്ങനെ പച്ചപ്പായി ഇങ്ങനെ കിടക്കുകയാണ്. നല്ലൊരു കൃഷി സ്ഥലം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണേണ്ടി ഇപ്പോൾ തെങ്ങും തൈകൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് കുറച്ച് റബ്ബർ കാണാണ്ട് വേറെ കവുങ്ങ് കാണാനുണ്ട്. പിന്നെ ബോർവെല്ല് വെള്ളത്തിന് സൗകര്യമൊക്കെ നമുക്ക് അങ്ങോട്ടുള്ള. ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓരോന്നായിട്ട് കാണാം. അപ്പോളേ ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിനകത്തോട്ട് വരേണ്ട വഴി കേട്ടോ. നമുക്ക് ആ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീടിൻ്റെ മുറ്റം വരെ ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റബ്ബർ കാണാം. അതാക്കണേ റബ്ബറുകൾ നല്ല കിടിലൻ റബ്ബറുകളൊക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളുള്ള റബ്ബറുകളാട്ടോ. ഇതിപ്പോൾ 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഇതേപോലത്തെ 70ഓളം റബ്ബറുകൾ നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല അത്യാവശ്യം വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ്. ടാപ്പിംഗ് ആക്കിയിട്ടൊന്നുമില്ല. അധികം മാത്രമേ ടാപ്പിംഗ് ആക്കിയുള്ളൂ. ടാപ്പിംഗ് ആക്കിയ ഭാഗങ്ങളൊക്കെ എന്താ പറയുക ഒരു കേടോ കാര്യങ്ങളൊന്നും മഴ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മരം ടാപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് റബ്ബറാണുള്ളത്. പിന്നെ നമുക്ക് ഇനി കുറച്ച് ബാലൻസ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തിന്റെ ഓണർ കുറച്ച് മരങ്ങളും കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം അല്ലേ. അതെ ഇതിപ്പോ 70ഓളം റബ്ബറുകളാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തിലുണ്ട്. ഇനി ഇതിന്റെ ബാക്കി 5-ാം വർഷം ഈ ഒരു ഭാഗത്ത് ഫുള്ള് തെങ്ങാണുള്ളത്. നമ്മൾ കണ്ട തെങ്ങ് കേട്ടോ. അതെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കാണേണ്ടത് അതിന്റെ ബാക്കിയുള്ള ഒരു 5-ാം വർഷം പ്രായമായിട്ടുള്ള തൈയായിട്ടുള്ള റബ്ബറുകളുണ്ട്. അത് കാണിക്കാൻ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തോട്ടും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ വണ്ടി ഏത് വാഹനങ്ങൾ നമ്മളെ പ്ലോട്ടിന്റെ മുക്കും മൂലയിലൊക്കെ വണ്ടി എത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വാഹനങ്ങളൊക്കെ എത്തുകയും ചെയ്യും. അപ്പോൾ ഇതാക്കണേ നമ്മളെ ബാക്കിയുള്ള റബ്ബറിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് ഫുള്ള് റബ്ബറാണ് കേട്ടോ. നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്ത് ഈ ഒരു ഭാഗത്ത് 250ഓളം റബ്ബറുകൾ 430 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ് ഈ ഭാഗത്ത്. 4-ാം വർഷം കഴിഞ്ഞു 5-ാം വർഷം പ്രായമായ അതേപോലത്തെ റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. എല്ലാം നല്ല അടിപൊളി റബ്ബർ മരങ്ങളാണ്. പിന്നെ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിലും ഫുള്ള് ക്ലിയർ ആയിട്ട് വെട്ടിയിട്ടേക്കുന്ന തോട്ടം തന്നെയാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉള്ളത്. മരങ്ങളൊക്കെ ആണെങ്കിലും നല്ല മരങ്ങളാണ്. 430 ഇനത്തിൽപ്പെട്ട ഇതേപോലത്തെ 250ഓളം റബ്ബർ മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്ലാറ്ററൊക്കെ ഫുള്ള് ക്ലിയർ ആക്കി വെട്ടിയിട്ടേക്കുന്ന കാരണം നമുക്ക് ഇനിയിപ്പോൾ മരം വലുതായി ടാപ്പിംഗ് ആക്കുന്ന ടൈമിൽ ടാപ്പിംഗ് ആക്കി നടക്കാനും പാലെടുത്തുകൊണ്ട് നടക്കാനൊക്കെ സുഖമായിട്ട് നടക്കട്ടോ. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള ബാക്കി ആ മരം ഷീറ്റ് എന്താ പറയുക പുകയിടാനുള്ള പുകപ്പരയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ. ആയിക്കോട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ കാണാൻ പോയാലോ. കാണാൻ പോവാം.
ഞങ്ങളെ നമ്മളെ തുരങ്കത്തിൽ നിന്ന് വരുന്ന വെള്ളം നിറക്കുന്ന ടാങ്കാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ ടാങ്കാണ്, വെള്ളം കഷ്ടപോലെ കൊള്ളും. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കണം നമ്മളെ തെങ്ങിനൊക്കെ നനയ്ക്കാൻ വേണ്ടി. നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് 2 മോട്ടർ വരണ്ട്, ഇതേപോലെ 2 മോട്ടർ വരണ്ട്. രണ്ടും നമുക്ക് കാർഷിക ആവശ്യത്തിന്, കൃഷിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മോട്ടർ കണക്ഷനാണ്. അപ്പൊ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള തെങ്ങിനോ അതുപോലെ ആ ഒരു ഭാഗത്തുള്ള കവുങ്ങിനും മൊത്തത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള മോട്ടർ വരാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു മീനിനൊക്കെ വളർത്താനുള്ള കുളമൊക്കെ ആവശ്യമുണ്ട് ഇതാക്കണേ. മീനിനെ വളർത്താൻ താല്പര്യമുള്ളവർക്കാക്കണം. ഇവിടെ ഇപ്പോൾ ഒരു കുളത്തിൻ്റെ ഒരു ഇതിങ്ങനെ സ്ട്രക്ചർ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് മീനെല്ലാം വളർത്താനുള്ള അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരിങ്ങൾ നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് കവുങ്ങിൻ്റെ ഇടയ്ക്കെല്ലാം എന്താക്കുന്നുണ്ട് ജാതി മരങ്ങളുടെ ഏകദേശം 12ഓളം ജാതി മരങ്ങൾ ഇതേമാതിരിക്ക് നല്ല കായ്ക്കുന്ന ജാതി മരങ്ങൾ കേട്ടോ. അത് മാത്രമല്ല ഇങ്ങോട്ട് വരിതാക്കണം. ഇതിമയ്ക്കൊന്ന് നോക്കിയാണെങ്കിൽ നല്ല കായ പിടിച്ചേക്കണുണ്ട്. ഞങ്ങൾ നല്ല കുനുകുനാ കായ പിടിച്ചിട്ടുണ്ട് ഇതേമാതിരിക്ക് കേട്ടോ. പിന്നെ നമുക്ക് പ്ലോട്ടിനകത്ത് ഇതാക്കണേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇതാക്കണേ ഒരുവിധം മരത്തെ കൂടെ എല്ലാം കവുങ്ങ കൂടെ എല്ലാം ഇതേപോലെ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ ഇങ്ങോട്ട് നോക്കിയാണ് കവുങ്ങിൻ്റെ ഇടയ്ക്ക് മൊത്തത്തിൽ നമ്മളെ പറമ്പിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ നനയ്ക്കാൻ സ്പ്രിംഗ്ലറും ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരും നമുക്ക് കവുങ്ങിൻ്റെ ഇടയ്ക്കും അതുപോലെ തന്നെ നമുക്ക് തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഫുള്ള് നനയ്ക്കാനുള്ള സൗകര്യത്തിന് സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി കവുങ്ങുകൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല കായ പിടിക്കണ കവുങ്ങുകൾ മൊത്തം 350ഓളം കവുങ്ങുകളുണ്ട് കേട്ടോ. ചെറുതും വലുതുകളും ആയിട്ടുള്ള മൊത്തം 350ഓളം കവുങ്ങുകളാണ്. നമ്മൾ നേരത്തെ കുറച്ച് തെങ്ങ് തൈകൾ കണ്ടില്ലേ 40ഓളം എണ്ണം. അതിൻ്റെ ബാക്കി ഇതാക്കണം ഒരു 16ഓളം തെങ്ങുകൾ നല്ല കായ്ക്കുന്ന തെങ്ങുകൾ ഇങ്ങോട്ട് നോക്കിയാണ് ഒക്കെ നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണ് കേട്ടോ. അപ്പോൾ പ്ലോട്ടുകൾ വന്ന് കണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ്. എല്ലായിടത്തും നമുക്ക് നല്ല ലെവൽ സ്ഥലം തന്നെയാണ് അല്ലേ. ഒരു ലെവൽ പ്ലോട്ട് തന്നെയാണ്. നമ്മൾക്ക് അധികം കുന്നോ മലകളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത എന്താ പറയുക ഒരുവിധ ലെവലായിട്ട് നമ്മൾക്ക് പറമ്പിൽ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് വണ്ടി എത്താൻ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്. എല്ലായിടത്തേക്കും നോട്ടെത്തുന്ന സൈസ് നല്ല കാണുന്നതാണ് കേട്ടോ റോഡ്. ഇനി ആ റോഡും നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ. അപ്പോളേ നമ്മളിപ്പോൾ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിനാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് അത് ഇവിടെ ഇതാക്കണം. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇവിടെയാണ് ഫസ്റ്റത്തെ ബോർവെൽ വരുന്നത്. രണ്ടാമത്തെ ബോർവെൽ നമുക്ക് കുറച്ച് മേലെ വീടിൻ്റെ അടുത്ത് അവിടെയാണ് വരുന്നത് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മളെ രണ്ടാമത്തെ മോട്ടോർ വരെയാണ് ഈ കാണുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം എന്താക്കണം കിണറ്റുന്നുള്ള വെള്ളമാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ വെള്ളമാണ് ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പറമ്പിൽ എവിടെ കിണർ കുത്തി കഴിഞ്ഞാലും വെള്ളം കിട്ടും. അധികം താഴ്ച കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു കിണർ നമുക്ക് ഏകദേശം ഒരു 12 അടി താഴ്ചയിലാണ് അല്ലേ. അത് ഉറവയൊക്കെ ഉണ്ട്. നിങ്ങൾ ഫുൾ ടൈം ഉറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഒന്നും ഇതുവരെ വറ്റിയിട്ടില്ല. വറ്റാത്ത വെള്ളമുള്ള കിണറാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. പിന്നെ നമ്മൾ ഈ സ്ഥലം എവിടെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല. നമ്മളെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ നമ്മളെ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് വരുന്ന റോഡാണിത്. കാഞ്ഞിരപ്പള്ളി ടൗൺ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാറിയിട്ട് നമുക്ക് തണ്ണീർപ്പന്തൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പ്ലോട്ടിൽ കേട്ടോ. അടുത്ത് ആക്കുന്ന ചുറ്റുപാടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ചുറ്റുഭാഗം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്താ പറയുക ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന കോടമ്പള്ളൂർ പഞ്ചായത്തും വില്ലേജ് തായനൂർ അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടുള്ള സ്ഥലമായിട്ട് നമ്മൾ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരിതാക്കണം. നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്ഥലത്തിന് വീതി കുറവാണ്. ഇവിടം വരെയാണ് ഇതിന്റെ അതിര് വരുന്നത്. ഈ ഒരു സൈഡ് മേലെ വരെ നമുക്ക് അതിര് ഈ ചാലാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വീതി കുറവ്, മുകളിലോട്ട് പോകും തോറും വീതി കൂടുതലായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ തുരങ്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളും കൂടി കാണിച്ചു കൊടുക്കാനുണ്ട് അല്ലേ. അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ആയിക്കോട്ടെ. പിന്നെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. അതാണ് ടാറിംഗ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് അല്ലേ. അപ്പൊ പോയി കാണിക്കാം അല്ലേ. അപ്പോളേ ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞിട്ട് മൊത്തം 1320 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടാണ്. അതിനകത്ത് 2 റൂമിന് മച്ചൊക്കെ ഉള്ള വീടാണ് കേട്ടോ. വീടിൻ്റെ മിറ്റം വരെ കാറ് ജീപ്പ് അതുപോലെ വലിയ വണ്ടി അടക്കം വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മിറ്റം വരെ വണ്ടി വരും. ഇനിയിപ്പോൾ നമ്മളൊരു വീടും സ്ഥലവും നിങ്ങൾ മേടിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞ് വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാഞ്ഞിരപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ ദൂരം അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തായന്നൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള. പിന്നെ നമുക്ക് ചായോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അവിടോട്ട് ഏകദേശം 9 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കുക ആരാധനാലയങ്ങൾ അടുത്തുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അടുത്തുള്ള ആരാധനാലയം ക്രിസ്ത്യൻ ചർച്ച് വരുന്നത് RC ചർച്ചാണ്. അത് നമുക്ക് എണ്ണപ്പാറയിലുണ്ട്. എണ്ണപ്പാറയിൽ 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണപ്പാറയിൽ RC ചർച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് ചർച്ച് ഇവിടെ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മുസ്ലിം പള്ളി വരുന്നത് നമുക്ക് കാഞ്ഞിരപ്പോയിൽ 1.5 കിലോമീറ്ററിൽ നമുക്ക് കാഞ്ഞിരപ്പോയിൽ മുസ്ലിം പള്ളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അമ്പലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് തന്നെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് കാസർഗോഡിന് ടൗണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 44 കിലോമീറ്റർ ദൂരമുള്ളത്.
പിന്നെ അടുത്തുള്ള ടൗൺ ചായോം ടൗൺ ഉണ്ട്. ചായോത്തിന് 9 കിലോമീറ്ററും കാഞ്ഞങ്ങാടിന് 13, നീലേശ്വരം നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ നീലേശ്വരമാണ്. നീലേശ്വരത്തിന് 13 കിലോമീറ്റർ ദൂരം. പിന്നെ അടുത്ത് വേറെ ടൗൺ എന്ന് പറഞ്ഞാൽ കാലിച്ചാനടുക്കാണ്. അവിടെയോട്ട് ഒരു 6 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മളെ പ്ലോട്ടിനകത്ത് ഇതാക്കണം പറമ്പിന്റെ ഇടയ്ക്കിൽ അതേപോലെ പ്ലാവുകൾ ഉണ്ട്. പ്ലാവുകൾ ഏകദേശം ഒരു 5-6 പ്ലാവുകളുണ്ട് ഇതുപോലെ നന്നായിട്ട് കായ്ക്കണ വലിയ പ്ലാവുകൾ. അതേ കൂടെ എല്ലാം നോക്കി കുരുമുളകെല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെ മാവെല്ലാം ഉണ്ട്, വലിയൊരു മാവെല്ലാം ഉണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഷീറ്റ് റബ്ബർ ഷീറ്റൊക്കെ പുക ഇടാനുള്ളൊരു പുകപ്പരയും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഷീറ്റെല്ലാം കൊള്ളുന്ന വലിയൊരു പുകപ്പര തന്നെയാണ് കണ്ടില്ലേ. അത്യാവശ്യം സൗകര്യമുള്ളൊരു നിലവിൽ ഇപ്പോൾ ഒരു ഇതിനകത്ത് വിറക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ മഴക്കാലത്ത് വരെ ടാപ്പിംഗ് ചെയ്യില്ല. അപ്പം നമ്മളെ ഒരു മരം ഇതുവരെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല കേട്ടോ. ഇത്രയും കാലമായിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളെ പ്ലോട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളെ പ്ലോട്ടിനകത്ത് ഫസ്റ്റ് നമ്മളൊരു ബോർവെല്ല് കാണിച്ചു തന്നില്ല. ഇനി രണ്ടാമത്തെ ബോർവെൽ ഇതാക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു മുട്ടില്ല, വെള്ളമൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. ഇനി നമുക്ക് അയൽവാസികളായിട്ട് ആക്കുന്നത് ആ കാണുന്ന വീടുകളെ കണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ പ്ലോട്ടിൻ്റെ ഇതാക്കണം ഈ ഒരു സൈഡിൽ ഇതാക്കണം. ഇവിടെ കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ നിങ്ങളൊരു കോഴി ഫാം അങ്ങനെ ഫാമൊക്കെ എന്തെങ്കിലും തുടങ്ങാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ അതിര് ഇതാക്കണേ ഈ കാണുന്ന ചാലാണ് നമുക്കിവിടെ അതിര് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് റോഡിൻ്റെ അവിടെ വരെ നമുക്ക് ഇതേപോലെ ഈ സൈഡ് ചാല് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് നമ്മളെ തുരങ്കത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാക്കണേ ആ കാണുന്നത് തന്നെയാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള തുരങ്കം എന്ന് പറഞ്ഞതാക്കണേ. അതിനകത്ത് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു ഇവിടുന്ന് വെള്ളം പൈപ്പ് ഇട്ടിട്ട് നമ്മളെ പ്ലോട്ടിലോട്ട്, അതായത് നമ്മൾ നനയ്ക്കണ സൗകര്യത്തിനൊക്കെ നമ്മൾ അവിടെ നേരത്തെ കാണിച്ചു തന്നില്ല, അവിടെ തൊട്ട് ഇവിടുന്നാണ് വെള്ളം വരുന്നത് കേട്ടോ. മൊത്തം വെള്ളം ഇവിടുന്നാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു 10 ലിങ്സ് വീതിയുള്ള റിബൺ കണ്ടില്ല നിങ്ങൾ. ഈ ഒരു റിബൺ കെട്ടി അതുപോലെ തന്നെ ഈ ഒരു റിബൺ ഇത്രയും വീതിയിൽ നമുക്ക് ഏകദേശം ഒരു 10 ലിങ്സിൽ നമുക്ക് താഴോട്ട് നമുക്ക് നമ്മളെ പ്ലോട്ട് വരെ അതിന്റെ റോഡ് പോകുന്നുണ്ട്. നമുക്കായിട്ട് സെപ്പറേറ്റ് റോഡ് പോകുന്നുണ്ട്. ഏകദേശം ഒരു 6 അടി വരും അല്ലേ? അതെ. അപ്പോൾ അത്രയും സ്ഥലം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞത്. തുരങ്കത്തിൽ വെള്ളം പറ്റിയ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് വിലയും ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം നമുക്ക്. ആയിക്കോട്ടെ. നല്ലൊരു കൃഷി സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ടാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്ര അകലത്തിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 3 ഏക്കർ 20 സെൻറ്റ് സ്ഥലമാണ്. ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 98 95 18 18 86 ആണ്. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.